ഓ നിനക്ക് അങ്ങനെയുണ്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വെടിവെക്കാൻ തോക്ക് പിടിക്കാൻ പറ്റിയില്ലല്ലോ അവര്. അങ്ങനെയല്ല പാപ്പാ, ഒന്ന് എണീറ്റ് നിക്കാൻ പോലും പറ്റിയില്ല. അതിന് മുന്നേ ചത്ത്. ഓ എന്താ പറ്റി? അല്ല ഇവിടെ അകത്ത് കേക്കുന്നില്ല നിനക്ക്? ഹലോ നീലന് വരും. നീലന്റെ സ്നൈപ്പ് ഇപ്പൊ വരും. അവരെ രണ്ടുപേരും കൂടെ വെച്ചിട്ട് ബാക്കി ലൈനപ്പ് ഇട്ടു. വാസവനെ കേക്കാവോ? ഹലോ, ഇന്നത്തെ ഇത് വാറില് ജുഗുറു സെക്കൻ ഇവരൊക്കെ നല്ലപോലെ കളിച്ചിട്ടുണ്ട്. അവരെല്ലാം അതുകൊണ്ട് അവർക്കും അവസരങ്ങൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കണേ. ഇവിടെ ചിലര് വാസവനെ ചിലരൊന്നും വാറ് കളിച്ചിട്ട് വെടി പോലും വെക്കാൻ പറ്റാത്ത ചിലരൊക്കെ ഉണ്ട്. വാസവനെ അവരൊന്നും ലിസ്റ്റിൽ ഇടണമെന്നില്ല. ഞാൻ ചെയ്യാനാണ് വണ്ടി നമ്മളെ പോലെ പിക്കുള്ളവരിടുന്ന ഒഴിവാക്കാനേ പറ്റൂല. 50-80 എടുത്തതിന് ശേഷം കണ്ണു വെച്ച് വന്നേരാ. നാളെ അത് കത്തിപ്പോകാറ്. ഞാനല്ല ഉത്തരവാദി. നീ നോക്കി മന്ദാരം. ഞാൻ ഈ വാറില് വലിയ മാസ്റ്ററാണെന്നോ? ആര്? അതെ അതെ, വാറുവിളി വാസവനെ വാറുവിളി വിളിച്ചു. ഇപ്പഴേ വിളിച്ചോ. എല്ലാം റെഡി. വണ്ടി എടുത്താ മതി. അടിച്ചോ, വിളിച്ചോ. വാറ വിളിച്ചോ. ഹലോ, പാലം കേറിയിട്ടില്ല സെറ്റില്. ബാലുണ്ടോ? റെഡി ഉണ്ടായിരുന്നടാ. ഇല്ലേ? ഞാൻ റെഡി ഇറങ്ങണേ. ബാലിനെവിടെ ഇറങ്ങുവാണേ? ബാലിനെവിടെ? വാസോണ്ട് ഇറങ്ങുവാണേ. അടിച്ച് കീറണ നായിക്കളെ. ഞാന് ഇത് പറഞ്ഞോട്ടെ, സെയിം വണ്ടി കളിക്കുന്നതിൽ ഹോട്ട് വെയർ ചെയ്താൽ കൊള്ളായിരുന്നു. നേരത്തെ SRK അവിടെ ഫൈറ്റ് കമ്മിറ്റ് ആയത് SRK ഹോട്ട് വെയർ ചെയ്യാൻ പറ്റാത്തോണ്ട്. എടാ അത് എല്ലാരും എടുക്കുന്ന 5 വണ്ടി എല്ലാരും ഒന്ന് ഹോട്ട് വെയർ ചെയ്തിട്ടേക്കോ. അവര് 12 പേരുള്ളോട്ടാ സിറ്റിയില്. അവര് കേറുമായിരിക്കും. ചെറുക്കൻ എന്റെ കൂടെ പണ്ട് കേറിയത് കേട്ടോ വലിയോ RPയില്. അതായത് എനിക്ക് വന്നിട്ട് RPയുടെ തുടക്കകാലത്തില് പോലീസിൽ നിന്ന് ഞാൻ അവനെ അടിച്ചു മാറ്റിയതാ. അതായത് പണ്ട് ഞാൻ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കും. അപ്പൊ എന്നെ അങ്ങനെ ഇങ്ങനൊന്നും ചേച്ചി പിടിക്കാൻ പറ്റത്തില്ല. ഞാനാണെങ്കിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടാലും ഈ അറിയുന്ന പുറകിൽ വരും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ നമ്മുടെ എതിരാളിയായിട്ടല്ല വേണ്ടേ, കൂടെയാ വേണ്ടേന്ന് പറഞ്ഞിട്ട് അവരെ ഞാനെനിക്ക് തൂക്കിയതാ. അന്ന് എന്റെ കൂടെ കൂടിയതാ. എവിടെ പോയടാ അമ്മര്? ഓക്കെ ബാക്കിലല്ലേ? മനസ്സിലായി. അതെ അമ്മരിവിടെ മലയിലുണ്ട്. ഇവിടെ ഈ വണ്ടി ഇവിടെ 2 വണ്ടിയേ ഉള്ളു. അമര സ്പ്ലിറ്റാ. ആ പിങ്ങടാ അവിടെ 2 വണ്ടി ഉണ്ടാ. വേണ്ട ഒരുത്തരം നോക്കി നിക്കല്ലേ, ബാക്കിയുള്ളവന്മാരേട്. അവനെ വിടരുത്. അമരല്ല ഈ മലയിലുണ്ട്. അമരല്ല മലയിലുണ്ട്. ആ മലയില് അമര് നീങ്ങടാ. അവിടെ നീങ്ങി. എടാ അവൻ ഇപ്പൊ ഉടനെ വരുമെന്ന് തോന്നുന്നില്ലല്ലോ. തോന്നുന്നുണ്ടോ നിനക്കൊക്കെ ഇപ്പൊ വരുമെന്ന്? ആ അവൻ വരാൻ സമയം എടുക്കും. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ സമയം കളയാം. ഇപ്പൊ അവന്മാർ ഒരാള് കുറവാ. കയറി അടിച്ചുവിടാ നിനക്കൊക്കെ. അത് അഡ്വാൻറ്റേജ് ആയിട്ട് ചിന്തിക്ക്. അമ്മാരെ എങ്ങോട്ട് പോയെന്ന് കണ്ടായിരുന്നോടാ ലൊക്കേഷൻ? എടാ സ്പ്ലിറ്റാടാ. പതുക്കെ പോടാ. ഫ്രണ്ടിൽ പോന്ന വണ്ടി പതുക്കെ പോടാ. ബാക്കിയുള്ളവരെ നോക്ക്. ഈ പിങ് ഈ ട്രിപ്പിൾ പിങ്ങില് റീഗ്രൂപ്പ് ചെയ്യടാ. ആയില്ലേ? ആ ഓക്കെ. അവരുടെ ഒരു മലയുണ്ട് മോസ്റ്റ്ലി.
മോസ്റ്റ്ലി ആ ഒരു മല അല്ലെങ്കിൽ മറ്റൊരു അഗ്രഷൻ ആണ് അവർ സാധാരണ ഹോൾഡ് ചെയ്യാറ്. ആ മലയിലുണ്ടോ? ആ മലയിലുണ്ടോ? ഒരു സെക്കൻഡ്. ടയറൊന്നും അടിച്ചു പഠിക്കണേ. നിക്കടാ നിക്കടാ. ഇവനെ പിടിയടാ, അവനെ പിടിയടാ, ആ വണ്ടിയെ പിടിയടാ. ദേ പോന്ന് ആ വണ്ടി, ദേ പോന്ന്. ബാക്കി അമ്മാരുടെ വണ്ടിയല്ലല്ലോ ഇവിടെ ഉണ്ട്. അവിടെ ഒരു വണ്ടി, ലോങ്ങിലൊരു വണ്ടി, ലോങ്ങില് പിങ് കണ്ടോ? മറ്റവൻ വരാൻ വേണ്ടിയാണ് അവൻ അങ്ങോട്ട് പോണത്, മനസ്സിലായോ? അവനെ തന്നെ കേട്ട അമ്മാരെ കിട്ടിയോ? വെള്ളത്തിൽ കടിച്ച ഇറങ്ങി ബാക്കപ്പ് നോക്കുതാ. അമ്മാരുടെ രണ്ട് വണ്ടി ലോങ് ആണ്. അമ്മാർ രണ്ട് വണ്ടി ലോങ്ങാ വരുന്നേ ഉള്ളു. വണ്ടി കയറ്. അമ്മാരുടെ 3 വണ്ടി ഇവിടെ ഉള്ളേ, 3 വണ്ടി. എടാ ഇവിടെ ദേ വരുന്നു അമ്മാരുടെ വണ്ടി. അവിടെ ഒരു വണ്ടി. ഭയങ്കര സ്പ്ലിറ്റ് ആവുന്നല്ലോ. ഇവിടെ അവിടെ ആരുമില്ല, അമ്മര് താഴെ തന്നെടാ. ഇവിടെ ഒറ്റ തന്നെ ഉള്ളു. ആ അവിടെ മേളിലുണ്ട് മലയിലുണ്ട്. യൂട്ടിൽ മല മൊത്തം 3 വണ്ടി ഉള്ള അമ്മരുത്. ഇവിടെ ഒറ്റ വണ്ടി പോകുന്നുണ്ട് കണ്ടോ? അവനെ പിടി. ടയർ പൊട്ടിയിരടാ. അമ്മാരുടെ ബാക്കപ്പ് വരുന്നുണ്ട് ഇവിടെ. നോക്കിക്കോണേ ബാക്കപ്പ്. പിങ് നോക്ക് ദേ ഇവിടെ. ആ ഓക്കെ 2 വണ്ടി അവിടെ ഉണ്ട്. ടയർ പൊട്ടിയത്. ദേ വരുന്നു. വസുമനെ നിങ്ങള് ബാക്കിയുള്ള വണ്ടികളൊന്നും നമ്മുടെ വന്നിട്ടില്ല. 1 മിനിറ്റ് പോവരുത്. ബാക്ക് ഇറങ്ങ്. പോലെ കമ്മിറ്റി അല്ലേ, അത് ഫൈറ്റ് കമ്മിറ്റി അല്ലേ. നമ്മളെല്ലാരും ഒരുമിച്ച് വന്നേ. അത് നോക്കണ്ട. വിട്. നമ്മുടെ 6 വണ്ടി ഇവിടെ ഉണ്ടോ? 6 വണ്ടി അവിടെ ഉണ്ടോ? അവിടെ തന്നെ കളി, അവിടെ തന്നെ ഇല്ലേ? ഓക്കെ, അവന്മാര് അതിന്റെ മേളിൽ കൂടെ ഒടിച്ച് കളിക്കാനുള്ള പരിപാടിയാ. ഒന്നുമില്ല. അന്ന് കുത്തിയ സ്ഥലം അവിടെ കുത്ത്. ഇവിടെ കുത്ത്. ഈ റിഡ്ജി കുത്ത്. അമ്മാർ ഇറങ്ങിയിട്ടുണ്ട്. അന്ന് കുത്തി അതേ സ്ഥലം. ഇവിടെ ഇറങ്ങ്. ബൈഫൂട്ട് ഇവിടെ ബൈഫൂട്ട് ഓപ്പണില് ഇറങ്ങടി. ഒരുമിച്ച് സപ്പോർട്ട് കൊടു. എടാ നമ്മുടെ വണ്ടി അവിടെ ഇറങ്ങ്. ഒരു വണ്ടി ആ പിങ്ങിൽ ഇറങ്ങ് മേളി. ഇവിടെ എല്ലാം ഉണ്ട്. തടുക്ക് കറങ്ങി വരുന്നേ. റിഡ്ജ് കറങ്ങി വരുന്നേ. ഇവിടെ വരുന്നുണ്ട്. രണ്ടുപേര്. അത്രേ ഉള്ളു. എടാ റൈറ്റ് ഒക്കെ വിടറാ പൊട്ടന്മാരെ. എടാ പിങ് നോക്കടാ. പിങ് ദേ അവിടെ ഒരുത്തൻ. ഇൻഡിവിജ്വൽ ആൾക്കാരെ പിക്ക്. ഇവിടെ മേളിലൊരുത്തൻ. അവിടെ നോക്ക്. അപ്പുറം റിഡ്ജില് ദേ അവിടെ നോക്ക്. അവിടെ ദേ എന്റെ പിങ് ബാക്കിൽ. നിന്റെയൊക്കെ പുറയില് ആ വണ്ടി എടുക്കേ. എടാ PRXന്റെ വണ്ടിയുടെ ഒക്കെ സപ്പോർട്ട് കുററാ. ഓക്കെ നൈസ്. ഈസി. അവന്മാരുണ്ട് അവിടെ കൂടെ ഉള്ളു. തീർന്നെന്ന് തോന്നുന്നു. ഇല്ല തീർന്നു. ഇനി ആരെല്ലാം ഉണ്ടോ ചോദിച്ചേ. താഴെ കൊടുത്തു. താഴെ മേളി നടിയടാ. എന്റെ റേഡിയോ സൗണ്ട് കുറവാണ് കുമാർക്ക്. വീഡിയോ എടുത്തോണ്ട് പിന്നെന്ന് വെച്ചിട്ട് മെനക്കേടാന്നല്ലോ.
ഇല്ല തീർന്നെന്ന് തോന്നടാ. വേറെ ആരും ഇല്ല. നീയൊക്കെ ഒന്ന് നോക്കിയേ, കോൾ ഔട്ട് ചെയ്ത് നോക്കി. അവരുടെ കത്തിപ്പോയെന്ന് തോന്നുന്നു പ്ലേയേഴ്സ്. ആ സാരമില്ല കഴിഞ്ഞില്ലേ. നമുക്ക് പുതിയ വണ്ടി വരുമല്ലോ ഒരാഴ്ചയില്. പിന്നെന്താ കഴിഞ്ഞു. ജി ഒരു ജി ഇട്ടാ മതിടാ, വേറെ ഒന്നും പറയല്ലേ കേട്ടാ. ജി ഇട്ട് ഒഴിവാക്കുക. അവർക്കും അൺലക്കി ഫാക്ടേഴ്സ് കുറവുണ്ടായിരുന്നു. ഓ 36 സെക്കൻഡ് കാരണം കൂൾ ഡൗണോ? 5 മിനിറ്റ് ഒക്കെയാണ് കൂൾ ഡൗൺ. ഞാൻ കൂൾ ഡൗൺ സെറ്റല്ലടാ. നമ്മൾ എത്ര പേരുണ്ട്? 3, 6, 9, 12, 13 പേരല്ലേ ഉണ്ട്. സെറ്റ്. നൈസ് ഗെയിം. വെൽ പ്ലേഡ് ബോയ്സ്. നല്ല കളി. അതെ, ഈ ഹെലിയിലുള്ള കോള് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. എല്ലാരും വണ്ടിയിലുണ്ടല്ലോ അല്ലേ? 53 സെക്കൻഡ്. ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റത്തില്ല കേട്ടോ. ഫുൾ ഗ്യാങ്ങിനാ കൂടുതലാണ്. അറിയത്തില്ല, നോക്കാം. എന്തായാലും കൊള്ളാം, നന്നായിട്ട് കളിച്ചത്. വെൽ പ്ലേഡ്. സെക്കൻഡ് കിടിലം കളി. വില്ലു 2 days വീഡിയോ ചത്തു തീർന്നു. വില്ലുവിന്റെ പ്രശ്നം. വില്ലുമോനെ, നിന്റെ വിഷമം മാറിയോടാ വില്ലു? ഞാൻ ഒരാളെ പോലും കണ്ടില്ല. നിനക്ക് ആരെയും കിട്ടിയില്ലേ? അപ്പൊ ഞാൻ ഡോർക്കിന്റെ അടുത്ത് ചോദിച്ചു, ഇവ കൊണ്ട് ഓരോ സ്ഥലത്ത് കൊണ്ട് മറക്കിന് വണ്ടി. വില്ലു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വില്ലു ഞാൻ നിന്നോട് പറഞ്ഞു, നിന്നെ ആരോ കണ്ണു വെച്ചാ വില്ലു ഉഴിഞ്ഞിട്ടോ. നീ ഉഴിഞ്ഞിട്ടോ? ഇത് 2 വട്ടം പറഞ്ഞു. രണ്ടാമത്തെ വട്ടം പറഞ്ഞു. എടാ പടം കണ്ടിട്ടുണ്ട്. നീയാണ് കൊണ്ടാന്ന് പറഞ്ഞ, ഞാനല്ല. വാസവനെ പിക്ക് കിട്ടിയാ? പിക്ക് വാസവനെ. ഹലോ പെട്രോൾ പോലും തീർന്നില്ലല്ലോ. ഇടാ എനിക്ക് സത്യം പറയുന്നത് എത്ര പിക്കുണ്ടോ വാസവന്? വാറിന് എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ കണ്ടില്ല, ആരും കണ്ടില്ല. കാണുന്നതിന് മുന്നേ തീർന്നപ്പോ കളി. ഓടി വരുന്നത് എനിക്ക് വന്ന് ഞാൻ പറഞ്ഞ പോയിന്റ് കുത്തിയെ കുറച്ച് പേർക്ക് വാരി കിട്ടിയെന്ന് തോന്നുന്നു. കില്ല് ഓപ്പണിലും സൈഡിൽ നിന്നും ഒക്കെ അല്ലടാ. ആരായിരുന്നു ആ വണ്ടി? സെക്കൻഡ് വണ്ടി ആയിരുന്നു അത്. മന്ദാര എത്ര വിക്കണ്ടോ മന്ദാരം നിനക്ക്? അത്ര ഇല്ലേ? അരി മാറിപ്പോയി ദൈവമേ. ഞാൻ തിരിച്ചിപ്പോ KV ആഘോഷത്തിൽ പോയി ലാൻഡ് ചെയ്തേനെ. പോട്ടെ, അതെ ശീലമായി പോയി. ആ പോയിട്ടോ വാസവനെ പോയിട്ടോ. അങ്ങനെ പറയരുത്. എന്നെ കണ്ടിട്ടാ നാളെ അമ്പലത്തിൽ പോകാൻ പോവാ. അമ്പലത്തിൽ പോണ്ട, വീട്ടിൽ തന്നെ ഒഴിഞ്ഞ് അമ്മയോട് പറയാം മുളക് ഒഴിഞ്ഞ് ഇടാൻ പറയാം. അടുപ്പി പ്ലേ ചെയ്തടാ. ഞാന് ജിഗുറു അങ്ങ് അവിടെ കുത്തി കല്ലിന്റെ ബിൽഡിങ്ങിനെ കൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടുന്ന് ടാഗ് കൊടുത്ത് വിട്ടോണ്ടിരുന്നല്ലേ ഇവനെ കണ്ടില്ലല്ലേ? എന്താ ബുള്ളറ്റ് പോകുന്നില്ല? അത് ചില സമയം ഉണ്ടാ. ഇന്നലെ ഉണ്ടായിരുന്ന എനിക്ക് പ്രശ്നം. എനിക്കുണ്ട്. അപ്പൊ അത് നൈസ്. ബാക്കി അയ്യോ നമ്മളെ പെട്ടെന്ന് വിഷ് ചെയ്തല്ലേ. ഓ നൈസാണ് ജിഗുറു. അത് നൈസ് ഷോട്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള ആരാ ജിഗുറിന്റെ തലക്കെട്ട് കൊട്ട് കൊടുത്തു കേട്ടോ. ഞാൻ മാറി കൊടുത്തു. പിന്നെ അത്രേ ഉള്ളൂ. ഞാൻ മറ്റേ ഡോർക്കി പറഞ്ഞ തപ്പി ഇറങ്ങും. മറ്റേ താഴെ ഉള്ള എന്താ തരം ഞാന് നമ്മളിവിടുന്ന് കൊറേ ടാഗ് കൊടുത്ത് ഇവരെ അടിച്ചോണ്ടിരുന്നില്ലേ. ആ അവനെ എടുത്തല്ലേ. സ്വന്തം ടീം അടിച്ചോ.
ഓ കിട്ടി കിട്ടി അറിഞ്ഞു കിട്ടാ മതി. അറിഞ്ഞു വിട്ട് എടാ നമ്മുടെ ഡ്രസ്സേ കുറച്ച് ദൂരെ നിന്ന് റിയലൈസ് ചെയ്യാൻ പാടുണ്ട് കേട്ടോ. എനിക്ക് പല വാറിലും തോന്നിയിട്ടുണ്ട് ഇത്. അതെന്റെ പീവനെ ഒന്ന് കാണാം. നിനക്ക് എന്താ പറ്റിയേ? വാല വാല ആണോ? ഓക്കെ ഓക്കെ. സെക്കൻഡ് ഉണ്ടല്ലോ, സെക്കൻഡ് എന്റെ ഉണ്ടെന്ന്. ബോബി സോളോ അല്ലേ ബോബി കളിച്ചത്? എങ്ങനെ സോളോ? സെറ്റാണ് സോളോ നൈസ്. നൈസാണോ? നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇഗ്രഷൻ കളിക്കല്ലേ? എല്ലാരും സോളോ കളിച്ചാൽ ഒരു വണ്ടി 4 പേരെ വെച്ചൊക്കെ കളിപ്പിക്കേണ്ടി വരും കേട്ടോ. ഞാൻ കുത്തിച്ച് നോക്കണത് നീലെങ്ങനെ വീണേ? പേടിക്കണ്ടല്ലേ. ഞാൻ ഒറ്റത്തിലുള്ളത് പറഞ്ഞോണ്ട് ഞങ്ങൾ ഡബിൾ ഫ്രണ്ടിലോട്ട് ഞെക്കി അവൻ നിന്നെ കടിച്ചല്ലേ? നീ ഡെഡായാ? ഇല്ലില്ല ഇല്ലല്ല. അപ്പൊ നിന്റെ മകൻ അതിന്റെ മുമ്പത്തെ സിറ്റുവേഷന്റെ അത് പറഞ്ഞപ്പോ ഞാൻ വേറെ കാര്യം പറഞ്ഞു. തിരിച്ച് കേറിയേക്കണേ പെട്ടെന്ന്. ഭയങ്കര ഡിലേ അവിടെ ആ ഒരു വണ്ടി. ഞാൻ പീഡിയായിട്ട് വല്ല റോബറി ചെയ്യാൻ പോയ സിറ്റിയില്. ഇപ്പഴാ ഓ ഇവിടെ മറ്റേ ആ കറക്റ്റ് ആ പോയിന്റ് നീ കുത്തിയല്ലേ? സെറ്റ്. നൈസ് നൈസ്. നമ്മള് മറിഞ്ഞു കിടക്കാം. ഈ ക്ലോസ് നിങ്ങളുടെ ക്ലോസിൽ പിങ് വരുമ്പോഴേ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നില്ല അല്ലേ? അതൊരു പ്രശ്നമാണല്ലോ. കാരണം ഞാനേ ആ റിഡ്ജ് കറങ്ങി വരുന്ന ആ പിങ് ചെറുതായിട്ടാണ് കിടക്കുന്നത്. മിനി മാപ്പിലേ വിസിബിൾ ആകത്തുള്ളത് കണ്ടോ? പിങ് സിസ്റ്റത്തിൽ അത് അത് മനസ്സിലാവാത്ത അതായിരിക്കുമല്ലേ നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞത്? ആ അതായത് അപ്പൊ ക്ലോസ് വരുമ്പോ അതിങ്ങനെ ഒരു ആരോ മാർക്ക് പോലെ വരത്തുള്ളൂ, മറ്റേ വലിയ ബ്ലിപ്പായിട്ട് വരത്തില്ല. വലിയ ബ്ലിപ്പ് ആക്കണം അത്. കാരണം വലിയ ബ്ലിപ്പ് ആയാലും ഒരു പ്രശ്നമുണ്ട്. വലിയ ബ്ലിപ്പ് ആകുമ്പോ അടുത്തൊക്കെ ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് വിസിബിലിറ്റി കിട്ടത്തില്ല. വിസിബിലിറ്റി കിട്ടത്തില്ല. അതായതുകൊണ്ട് ഞാൻ ഇവനെ അടിക്കാൻ വേണ്ടി കറങ്ങൊക്കെ വരും, ബട്ട് കാണത്തില്ല. താഴത്തവനെയാണോ? ഓ നൈസടാ. എവിടെ പ്രീവാറാന്നോ? വാരി എടുക്കുന്നുണ്ട്. ഓടി ഞാൻ ഇവന്റെ ലൈവ് കണ്ടിട്ട് പറയാം റീഫ്രഷ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് ആക്കിയത്. അതെന്തുവാണത്? അപ്പൊ ഇവനില്ലേ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തു, അപ്പത്തേക്ക് ഇവനെ ഉണ്ട പാട് മാത്രമേ ഉണ്ടാവും. ഇവിടെ നൈസായിരുന്നു എല്ലാം. ഇവൻ പെട്ടുപോയി കേട്ടാ. അത് ഇവന് കിട്ടിക്കൊണ്ടിരിക്കുക. ഇത്ര സ്പീഡ് നമ്മളൊന്നും ഇത്ര സ്പീഡ് നിന്റെ റീഫ്രഷ് അടിക്കുമ്പോ റീഫ്രഷ് അടിക്കുമ്പോ പോകും. ഇവർ റീഫ്രഷ് ചെയ്തില്ല. ഇപ്പോഴും ഇവർ റീഫ്രഷ് ചെയ്തിട്ടില്ലേ? അടിയൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും അങ്ങ് അടിച്ചേക്കണം. അറിയാമല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം തലക്ക് കയറി കൊട്ടു വരും. നല്ല രീതി മൈൻഡ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഇവന് 2 ഡിങ്ക് ആയ ഓൾറെഡി. ഞാൻ പിന്നെ ടെൻഷൻ ഇപ്പൊ 2 ഡിങ്ക് കിട്ടിയപ്പോ റിഫ്രഷ് ബാക്കി അടിച്ച ഉറക്കനെ. അതാരാ അതാരാ മഹാൻ? അതിവനെ കിട്ടും. അത് കൊണ്ടുപോയി നോക്കി ഒരു അടി അടിക്കുക. അത് നൈസായിരുന്നു. ഓ അത് നൈസാണ്. അത് കിടിലൻ കളിയടാ. അതൊക്കെ നൈസ് ഗെയിം. അത് നൈസ് കളി. നല്ലോണം കളിച്ച്. വാറിലെന്ത് വല്ല കിട്ടിയ? അയ്യോ നമ്മുടെ വണ്ടി ഇവിടെ ഇവിടെ 1 ഡൗൺ. ഞാൻ പിന്നെ വഴിയേ വരാൻ പോയില്ല. ഇവിടെ അവന്മാര് പൊങ്ങിയില്ലേ വെള്ളത്തിൽ നിന്ന്? പാവം. നീന്തി പോണ നൈസ്. മറിയുന്നത് ഭയങ്കര ശല്യമാ. ഓ സെക്ക ഇത് നൈസ് ആയിരുന്നടാ സെക്ക. നീ ആയിരുന്നില്ല മറ്റേ കോള് കേട്ട് കളിച്ചേ ലെഫ്റ്റ് ഫ്ലാങ്ക് ചെയ്തേ?
നൈസ് നൈസ് നൈസ്. അവന് 2 ഡിങ്ങാണ്ട് കൊടുത്തു 3 ചത്തില്ല. നൈസ്. നീ ആ പിങ് മിനി മാപ്പിൽ നോക്കിയല്ലേ? സെറ്റ്. അവനെടുത്തു. നൈസ്ടാ. റൈറ്റിക്ക് പറഞ്ഞ പോടി അവനെ വിട്ട് കത്തിപ്പോയി ക്രാഷ് ആയെന്ന് തോന്നുന്നു. അവിടെ ഒരുത്തൻ ക്രാഷ് ആയി. കൊറേ പേര് ക്രാഷ് ആയി പോയിന്റെ അവര്. ആണോ? അവരുടെ വണ്ടിക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. മേ ബി എന്തായിരിക്കും. നമ്മളാരും ക്രാഷ് ആയില്ലല്ലോ. നൈസ് കളിയടാ ഇതൊക്കെ. അവര് എന്ത് ടീമില്ലാതെ കഷ്ടപ്പെട്ടാക്കാരെന്ന് പറയരുത് കേട്ടോ. ഓ നൈസ് കവറാ സാവേജ്. ഓ നിങ്ങൾ ഈ റിഡ്ജ് കുത്തി നൈസായിട്ട് കവർ ചെയ്തല്ലേ? സെറ്റ് സെറ്റ് കളി. നമ്മളവിടെ നിന്ന് അടിക്കുന്നുണ്ട്, ആ കല്ലിനെടുക്കുന്ന അടിക്കുന്നുണ്ടല്ലോ. ഓ ലിറ്ററി ഇല്ല അവൻ ഇല്ല അവൻ. അവന് ഞാനും അടിച്ചടാ സാവേജ്. ഇത്ര ഈ ഡോർക്കിയുടെ ഒന്ന് കാണണേ. ഞാനും അടിച്ചോടെ എനിക്കും കിട്ടിയില്ല. നൈസ് സാവേജിന് കിട്ടി. അവനെവിടെ പോയാ? ഇവിടുന്ന് ചാവാത്തെ മിന്നുന്ന അതെന്റെ വ്യൂവില്ല, അതെന്റെ വ്യൂവിൽ സൂപ്പറാ. ഇവ എന്തെങ്ങനെ പോണേ നോക്കി. അവൻ 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 റീലോഡ് സ്കിൻ അടിച്ചായിരുന്നു അപ്പൊ ചാവുമ്പോ അതാണ്. കണ്ണൊക്കെ താഴ്ത്തി വെക്കണ്. ഇനി വടി വെക്കാൻ വയ്യുണ്ട്. നൈസ് നൈസ്. ഡോർക്കി ആ സ്നൈപ്പിന്റെ നോക്കട്ടെ. അവനെങ്ങനെ കേറി ആയിട്ട് ഇടയ്ക്ക് ഇവിടെ. ഓ നൈസ്റാ. ഇതൊന്നും അവൻ അറിയുന്നില്ല അത്ര അടി നടക്കുന്നത്. കുറച്ച് നിമിഷത്തേക്ക് ടർഫാന്ന് വെച്ചു. നൈസ് നൈസ് പൊസിഷനിങ്. അവരുടെ ആ ഒരു വണ്ടി പിന്നെ കേട്ടോ പുറകിന് വന്ന കേട്ടോ കുത്തിയേ. അവരുടെ പാറ എടുക്കേ അവരുടെ ആ വണ്ടി കുത്തി ഡിലേ ആയി. അവരുടെ 4 പേരെ വണ്ടിയിലായിരുന്നു തോന്നുന്നു. പോട്ടെ കുറച്ച് നേരത്തേക്ക്.